മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. അന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി നിങ്ങൾ ആദ്യം ചോദിച്ചത് തന്നെയാണ്. ഈ അന്നത്തെ ഹ്യൂജ് ക്യാമറകളാണ്. അത് ചുമക്കാൻ തന്നെ 3 പേരെ നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. അതായത് ഒരു SLC പരീക്ഷ എഴുതാൻ പോയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിച്ചിട്ടുള്ളത് ഈ നേപ്പാളിലെ ആദ്യ യാത്രകളിലാണ്. ഇത് 90s ആണ് കാലം. ഒന്ന് ആലോചിച്ച് നോക്കി. വിദേശയാത്ര എന്ന് പറയുന്നത് ഏതോ കേന്ദ്രമന്ത്രിമാർക്കോ സംസ്ഥാന മന്ത്രിമാർക്കോ മാത്രം ഭാഗ്യം പോലെ കിട്ടുന്ന ഒരു സാധനം. സമ്പന്നരായ ബിസിനസ് വലിയ സമ്പന്നം. അങ്ങനെ സമ്പന്നരും കേരളത്തിൽ അന്ന് അധികം ഇല്ല. ഈ പറഞ്ഞ ഒരു വിരലിലുണ്ടാവുന്ന ആളുകളെ വിദേശയാത്ര നടത്തുന്ന സമ്പന്നരുള്ളൂ കേരളത്തിൽ. അവിടെയാണ് ഒരു മനുഷ്യൻ റെഗുലറായിട്ട് ലോകയാത്ര നടത്തി കണ്ടന്റ് കൊണ്ടുവരാമെന്ന് പറയുന്നത്. ആരെ വിശ്വസിക്കുക? അപ്പോൾ ആ സമയപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു. അപ്പോൾ ഭാര്യയുടെ ആഭരണങ്ങൾ ഈ പറഞ്ഞ അടുത്ത തായ്ലൻഡ് സിംഗപ്പൂരും ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയായി. ഇപ്പോൾ ഏഷ്യാനെറ്റ് പൈസ തരുമായിരുന്നെങ്കിൽ കിട്ടുന്നതിനേക്കാൾ കൂടിയ തുക എനിക്ക് ഈ CD വിറ്റ് വരാൻ തുടങ്ങി. ഒരു 6-7 വർഷം ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന 12 വർഷവും CD ആദ്യം തുടങ്ങി, പിന്നെ DVD ആയിട്ട് അതൊരു നല്ല നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. അവസാനമായപ്പോഴത്തേക്കും ഏതാണ്ട് 13 പേരാണ് ഇതിൻ്റെ ടെലികോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഓർഡർ എടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നത്. അത്ര ആളുകൾ ഇരുന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ഈ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥിതി. സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നതാണ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഒരുപാട് സ്ഥലത്ത് ആദ്യ യാത്രയെക്കുറിച്ചും കൗതുകമുണ്ടാക്കിയ യാത്രയെക്കുറിച്ചും സ്നേഹം തിരിച്ചു വിളിച്ച യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യാത്ര ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് യാത്ര ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനിച്ചൊരു മൊമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ആ ഫസ്റ്റ് ഡേ ഒന്ന് പറയാമോ? ഏത് തരം ക്യാമറയായിരുന്നു? എങ്ങനെയാണ് ഇത് ഇപ്പോഴത്തെ പോലെ മൊബൈലിൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാവുന്നൊരു സംഗതിയല്ലല്ലോ. അതിൽ ഒരു സാങ്കേതികത്വത്തിൻ്റെ സംഗതിയുണ്ട്, അതിൻ്റെ ഫോമാറ്റ് ഉണ്ട്. എനിക്കറിയാം, നേരത്തെ മുൻനിശ്ചയപ്രകാരം കംപ്ലീറ്റ് ഒരു ഡോക്യുമെൻറ്റേഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് അനീഷ് അടക്കമുള്ളവരെ കൊണ്ട് പിന്നീട് വോയിസ് പോലും സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു യാത്രാനുഭവത്തിൻ്റെ ഒരു പകർത്തൽ ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു ഫസ്റ്റ് ഡേ അതൊന്ന് വിവരിക്കാമോ? അതിലേക്ക് ഞാൻ എത്തിയത് ഞാൻ ടെലിവിഷൻ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ടെലിവിഷനിൽ പ്രവർത്തിക്കലായിരുന്നു. ഒരു കോളേജ് പഠനം തുടങ്ങുന്ന കാലത്തിന് മുമ്പ് തന്നെ തുടങ്ങി. അപ്പോൾ ടെലിവിഷനിൽ വേണ്ടി പല പരിപാടികളും ഞാൻ ചെയ്തു. ദൂരദർശനായിരുന്നു അന്നത്തെ പ്രധാന മാധ്യമം. അപ്പോൾ അതുകൊണ്ട് ദൂരദർശന് വേണ്ടി പല പരിപാടികളും ചെയ്തിങ്ങനെ വരുമ്പോൾ യാത്രാവിവരണം ഉണ്ടാക്കൽ അക്കാലത്ത് എൻ്റെ സ്വപ്നമായിരുന്നില്ല, ആഗ്രഹങ്ങളും ആയിരുന്നില്ല. പക്ഷേ ഈ ടെലിഫിലിമുകളുടെയും ഡോക്യുമെൻ്ററി വളരെ അപൂർവം, എന്നാലും ടെലിഫിലിമുകളും സീരിയലുകളുടെയും മലവെള്ളപ്പാച്ചിലായിരുന്നു ദൂരദർശനിൽ. അവിടെ ഒരു അനുമതി കിട്ടാൻ വേണ്ടി ആളുകൾ കാത്തു കെട്ടിക്കിടക്കുന്ന, അതിന് കൈക്കൂലി, അതിനുവേണ്ടി എല്ലാ വഴികളിലൂടെയും രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ വരെ ഉപയോഗിച്ച് ദൂരദർശനിൽ നിന്നൊരു സീരിയലിൻ്റെയോ ടെലിഫിലിമിൻ്റെയോ അനുമതി കിട്ടാൻ വേണ്ടി കാത്തു കിടപ്പ്. ഇതിനിടയ്ക്ക് ഒരു മത്സരാർത്ഥിയായിട്ട് ഞാനും ഇതിൻ്റെ ക്യൂവിൻ്റെ ഏറ്റവും പുറകിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതല്ല എൻ്റെ മേഖല. ഈ ജനക്കൂട്ടത്തിനിടയ്ക്ക് നിന്ന് എന്തെങ്കിലും ഒരു ടെലിഫിലിം ഉണ്ടാക്കുന്നതിൽ എന്താ അർത്ഥമിരിക്കുന്നത്? എന്താണ് നമുക്ക് വ്യത്യസ്തമായിട്ട് ഇതുവരെ ആരും പരീക്ഷിക്കാത്ത ഒന്ന് ചെയ്യാമെന്ന് ചിന്തിക്കുകയും കുറച്ചു കാലം സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായത് കൊണ്ടുകൂടെ ആണ് കുറച്ച് നാളെ ഞാനിങ്ങനെ മാറി നിന്ന് വായനയും ഈ ജീവിതവും ഇനി എങ്ങനെ പോകണമെന്നുള്ള ചിന്തയിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസമാണ് എൻ്റെ ചിന്തയിൽ വന്നത്. ഈ പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ നമ്മളെ എല്ലാവരെയും അക്കാലത്ത് സ്വാധീനിച്ചതാണ്. യാത്രാവിവരണങ്ങൾ, ബാലിദ്വീപ്, അല്ലെങ്കിൽ കാപ്പരികളുടെ നാട്ടിൽ, ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ പിന്നെയും വായിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഈ മനുഷ്യൻ അക്ഷരം കൊണ്ട് എഴുതിയിട്ട സാധനം ഇന്ന് എന്തിനീ അക്ഷരങ്ങൾ കൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ, ഒരാളങ്ങ് പോയാൽ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടുവരാവുന്നതല്ലേ ഉള്ളൂ, ഇത് അതുകൂടി കാണിക്കാവുന്നതല്ലേ എന്നുള്ള ചിന്തയിൽ നിന്ന് പെട്ടെന്നുണ്ടായതാണ്. പക്ഷേ അപ്പോഴെനിക്കറിയാം, ഞാൻ ചിന്തിച്ചത് വിദേശത്ത് പോയി ഒരിക്കലും ചെയ്യാൻ എന്നെപ്പോലെയുള്ള ഒരാൾക്കോ അന്നത്തെ കാലഘട്ടത്തിലോ സങ്കല്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ തുടങ്ങിക്കളയാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടാക്സി വിളിച്ചങ്ങ് പോയാലും ഇത്രയൊക്കെ ഉള്ളൂ ചിലവ് എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് പിന്നെ ചിന്തിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ തമിഴ്നാടോ കർണാടകമോ കാണിച്ചാലും ആളുകൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല, എന്നാൽ വടക്കേറ്റത്ത് നിന്ന് തുടങ്ങാം, അപ്പോൾ കുറച്ചുകൂടെ കൗതുകം ഉണ്ടാവുമല്ലോ. അങ്ങനെ ചിന്തിച്ചപ്പോൾ വീണ്ടും തോന്നി, വടക്കേറ്റത്താണെങ്കിൽ അതേ ചിലവല്ലേ വരുള്ളൂ, നേപ്പാളിലേക്ക് കടന്നാൽ അത് മറ്റൊരു രാജ്യവുമായി. അങ്ങനെ നേപ്പാളിലേക്ക് യാത്ര തുടങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സഞ്ചാരം എന്ന് പറയുന്നൊരു ചിന്തയുണ്ടാകുന്നത്. അതിനുമുമ്പ് പക്ഷേ ഞാൻ ദൂരദർശന് വേണ്ടി കേരള വിശേഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ, വടക്കൻ കേരളത്തിലൂടെ ഒക്കെ സഞ്ചരിച്ച പരിപാടികൾ, കുറേ എപ്പിസോഡുകൾ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യമുണ്ട് കയ്യിൽ. ഒപ്പം ഒരു ട്രാവലോഗിനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത. പക്ഷേ അന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി നിങ്ങൾ ആദ്യം ചോദിച്ചത് തന്നെയാണ്,
ഈ അന്നത്തെ ഹ്യൂജ് ക്യാമറകളാണ്. അതെ. അത് ചുമക്കാൻ തന്നെ 3 പേരെ നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. ഉം. അപ്പോഴാണ് ടെക്നോളജി പെട്ടെന്ന് മാറി വരുന്നു. DV ക്യാമുകൾ, ഡിജിറ്റൽ വീഡിയോ ക്യാമറകളുടെ ഒരു കാലഘട്ടത്തിലേക്ക് തിരിയുന്നു. അത് ക്യാംകോഡറുകളാണ്, കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞതാണ്. ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ കൈപ്പിടിയിൽ അതെ. ഹാൻഡി അല്ല, തോളെ തന്നെ വെക്കണം. ആ. തോളെ വെച്ചിട്ട് ഒരാൾക്ക് തന്നെ മാനേജ് ചെയ്യാം. ഈ ഡെക്കൊന്നുമില്ല, തന്നെ ചെറിയ ടേപ്പാണ്. അപ്പോൾ ഈ യൂമാറ്റിക്കിൻ്റെ ഒക്കെ ടേപ്പ് എന്ന് പറഞ്ഞാൽ 20 മിനിറ്റേ കിട്ടുള്ളൂ. താനും അത് 5-8 എണ്ണം ചുമക്കണമെങ്കിൽ തന്നെ വലിയൊരു പെട്ടി വേണം. അങ്ങനെ പക്ഷേ എനിക്കറിയാമായിരുന്നു പലരെ കൂട്ടിക്കൊണ്ട് ഈ പണി നടക്കില്ല, ഒരു ടീമുമായിട്ടൊന്നും പോക്ക് നടക്കില്ല. എനിക്ക് കഷ്ടിച്ച് പോകാനുള്ള പൈസയെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ തനിച്ച് പോയി ഷൂട്ട് ചെയ്യണം, തനിച്ച് പോയി അതിൻ്റെ സ്ക്രിപ്റ്റ് അവിടെ വെച്ച് തന്നെ ഡേറ്റകൾ മുഴുവൻ കളക്ട് ചെയ്യണം, എഴുതിക്കൊണ്ട് വരണം. ഇവിടെ വന്ന് നമുക്ക് ഏതെങ്കിലും സ്റ്റുഡിയോയിൽ പോയി എഡിറ്റ് ചെയ്യിച്ചിട്ട് പിന്നെ ആരെ കൊണ്ടെങ്കിലും ശബ്ദം കൊടുപ്പിച്ച് നമുക്ക് സ്ക്രിപ്റ്റ് എഴുതിച്ച് ചെയ്യിക്കാം. അങ്ങനെയാണ് സഞ്ചാരം തുടങ്ങുന്നത്, നേപ്പാളിലേക്കുള്ള യാത്ര കൊണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇപ്പം ഒരു കമ്പാരിസൺ സ്വഭാവം, ഇപ്പോൾ ആണെങ്കിൽ ഒരാൾ അങ്ങനെ ഒരു ഡോക്യുമെൻറ്റേഷൻ നടത്തുവാണെങ്കിൽ നേപ്പാളിൻ്റെ ഡാറ്റ എടുക്കാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, തൊട്ട് മുമ്പ് ചെയ്ത് വെച്ച വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് ആർക്കൈവിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തുണ്ടാക്കാം. ഒരു ഇവിടുന്ന് തന്നെ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് അവിടത്തേക്ക് പോയാൽ മതി. ഇത് നമ്മൾ സാങ്കേതികമായിട്ട് അത് ചിത്രീകരിക്കണം, ഈ പറയുന്ന ബാറ്ററി, ടേപ്പ്, ഇതിൻ്റെയൊക്കെ കഷ്ടതകളുണ്ട്. അതിനുശേഷമാണ് ഇതൊരു വീഡിയോ രൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നമ്മുടെ യാത്ര അവിടെ ഒരു സാഹസികതയുണ്ട്. നമ്മളുടെ ഈ ഇപ്പോഴുള്ള ഗൂഗിൾ അടക്കമുള്ള ലോജിസ്റ്റിക്സിന് ഈ ഗൂഗിൾ അടക്കമുള്ള ഒരു സാങ്കേതിക വിദ്യയും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ ആദ്യ ഷൂട്ടിംഗ് അനുഭവം എന്ന് പറയാൻ പറ്റും, എങ്ങനെയാണ് ഷൂട്ട് ചെയ്തെടുത്തത്? ഈ ഒറ്റയ്ക്ക് പോയി ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, ഈ ക്യാമറ സേഫായിട്ട് കയ്യിൽ കരുതുക എന്നുള്ളത്. കാരണം ഇത് ഇത്ര ഹെവി സാധനമാണ്. നമ്മൾ തനിച്ച് പോകുമ്പോൾ ഈ ക്യാമറ ഒരുത്തം പിടിച്ചെടുത്തുകൊണ്ട് പോയാൽ അങ്ങ് പോയി. ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ പോലെ ആളുകൾ ശ്രദ്ധിക്കാത്തതല്ല. ഇത് ഏത് ജനക്കൂട്ടത്തിനിടയിൽ നമ്മൾ ശ്രദ്ധാകേന്ദ്രമാകും. ഇത്രയും വലിയൊരു ക്യാമറയായിട്ട് അന്നൊക്കെ അറിയാമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 90ൻ്റെ അവസാനമൊക്കെ ഒരു ടെലിവിഷന് വേണ്ടിയുള്ള പ്രൊഡക്ഷനുള്ള ക്യാമറയുമായിട്ട് ഒരാൾ തെരുവിൽ ഇറങ്ങിയാൽ അവനായിരിക്കും ശ്രദ്ധാകേന്ദ്രം. കാരണം ക്യാമറ ഇല്ല, ക്യാമറ അപൂർവ വസ്തുവായ ഒരു കാലമാണ്. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകും. നമ്മളൊരു തെരുവിലേക്ക് ക്യാമറ തിരിച്ചാൽ അവിടെയുള്ളവരെല്ലാം ഇതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. നമുക്ക് വൃത്തിയായിട്ടൊരു ഷോട്ട് പോലും കിട്ടില്ല. മനുഷ്യർ ശ്രദ്ധിക്കാത്ത നാച്ചുറലായ ഒരു ഷോട്ടും കിട്ടില്ലാത്ത അവസ്ഥയാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും രഹസ്യമായിട്ട് ഇറങ്ങി നിന്ന് ഒളിച്ചു നിന്നൊക്കെ എടുക്കണം ഒരു തെരുവിൻ്റെ നാച്ചുറൽ ഫീൽ കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ ക്യാമറ തിരിച്ച് എല്ലാവരും മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ തൊഴുത് കൂത്തി നമസ്കാരം പറയുന്നത്. മൊബൈലൊക്കെ ആയിട്ട് അവർക്ക് എൻഗേജ് ചെയ്യാൻ മറ്റു സ്പേസും ഇല്ലല്ലോ, ഒരു ക്യാമറ എല്ലാം അതിലേക്ക്. അതെ. അപ്പോൾ അതൊരു പ്രശ്നം. പിന്നെ 2, ഇത് കൊണ്ടു നടക്കാൻ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇത് ത്രൂ ഔട്ട് വർക്ക് ചെയ്തെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറേ വിഷ്വൽസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം, ഒരു സ്ട്രീറ്റിൽ നിന്ന് അടുത്ത സ്ട്രീറ്റിലേക്ക് പോകണം. ഇതൊന്നും വണ്ടി വിളിച്ച് പോകാൻ പറ്റില്ല, ചിലപ്പോൾ നടന്നു തന്നെ പോകണം. ഇപ്പോൾ പൊക്ര അല്ലെങ്കിൽ കാഠ്മണ്ഡു നഗരത്തിൽ ചെന്നാൽ എല്ലായിടത്തും വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഇതും തോള് വെച്ച് നമ്മളിങ്ങനെ നടക്കണം. ഇത് ഹെവിയായ സാധനമാണ്. ഇതിൻ്റെ അനുബന്ധമായ സാധനങ്ങൾ, ബാറ്ററി, ഒരു 3-4 ബാറ്ററിയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദിവസം ഓടി കിട്ടുകയുള്ളൂ. അപ്പം നമ്മളുടെ ലഗേജ് ഒരു വശം ഉണ്ടാവും, തുണി, മറ്റ് സാധനങ്ങൾ, ക്യാമറ അനുബന്ധ സാധനങ്ങൾ, ഇതൊക്കെ ചുമക്കാൻ ഒരു മനുഷ്യനേ ഉള്ളൂ. നമ്മൾ വേർത്ത് കുളിച്ച് സംഘർഷത്തിൽ, ഈ സംഘർഷം ഈ ചുമക്കുന്നതിൻ്റെ സംഘർഷമല്ല, അടുത്തത് എവിടെയാണെന്ന് നമുക്കറിയില്ല. അടുത്ത ജംഗ്ഷൻ എവിടെയാണ്, അടുത്ത മോണ്യുമെൻ്റ് എവിടെയാണ്, അടുത്ത നമ്മുടെ ആകർഷണ കേന്ദ്രം ഏതാണ്, അവിടേക്ക് എങ്ങനെ എത്തും, അവിടെ എത്തിയാൽ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ടോ, ഇതൊന്നും അറിയാം. അൺസർട്ടനിറ്റിയിലേക്കായി പോകുന്നത്. അതായത് ഒരു SLC പരീക്ഷ എഴുതാൻ പോയതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിച്ചിട്ടുള്ളത് ഈ നേപ്പാളിലെ ആദ്യ യാത്രകളിലാണ്. അപ്പോൾ ആദ്യ യാത്രകളിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് ഇത്രയും പൈസ മുടക്കി പോവുകയാണ്, ഇത് കിട്ടുമോ, ആരും പരീക്ഷിച്ച മോഡൽ നമ്മുടെ മുമ്പിലില്ല, ഇതെങ്ങനെ എടുക്കേണ്ടതെന്നൊരു മോഡൽ നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ അതൊരു വലിയ ഈ മാനസിക സംഘർഷമാണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നം. നമുക്ക് എത്ര ഭാരം വേണമെങ്കിലും നമുക്ക് എത്ര വെയിൽ കൊള്ളാം, എത്ര മഴ നനയാം, ഇതൊന്നും അല്ല പ്രശ്നം. നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷ്വൽ കിട്ടുമോ, ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിനൊരു പ്രോഗ്രാം ആക്കാൻ പറ്റുമോ, പരീക്ഷണമാണ്. ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര പരീക്ഷണങ്ങൾ നടത്താൻ നമ്മുടെ പണമുണ്ട്, അതാണ് ചോദ്യം. കാരണം ഇതൊന്നും ഈ നാട്ടുകാരോടും വീട്ടുകാരോടും അനുവാദം ചോദിച്ചിട്ട് പോയി ചെയ്യാവുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. അന്ന് അനുവാദം കിട്ടില്ലല്ലോ ഇങ്ങനൊരു കാര്യത്തിന്. ഈ ഇപ്പോഴത്തെ ഈ ദിവസം നമ്മളിന്ന് സംസാരിക്കുമ്പോൾ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആനന്ദം, അനുഭൂതി, ലഹരി എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്രയും സംഘർഷവും മാനസിക ഇതുള്ള ആദ്യ യാത്രയാണല്ലുള്ളത്. അതിൽ നിന്നൊരു യാത്ര ആനന്ദമായും, പിന്നെ എനിക്കറിയാം സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രാഥമിക വഴികൊണ്ടത്. യാത്ര നടത്തുന്നു എന്നുള്ളതിനേക്കാൾ യാത്ര ഡോക്യുമെൻ്റ് ചെയ്ത് മറ്റവരിലേക്ക് എത്തി അവരിൽ ഈ പറഞ്ഞൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, അതിലൊരു സോഷ്യൽ വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, അതൊരു ടെലിവൈസ്ഡ് ഷോ ആക്കുക എന്നുള്ളൊരു പരീക്ഷണമാണല്ലോ. ഞാൻ വിജയിച്ചു, എൻ്റെ യാത്ര വിജയിച്ചു, പരീക്ഷണം വിജയിച്ചു, ഇതിനൊരു ഫോമാറ്റ് ഉണ്ടാക്കി. അതുവരെയുള്ളൊരു ട്രാവൽ എവിടെ വെച്ചാൽ ഈ ഫസ്റ്റ് നേപ്പാൾ യാത്ര കഴിഞ്ഞതിന് ശേഷം? ഈ ഫസ്റ്റ് നേപ്പാൾ യാത്ര കഴിയുമ്പോഴും എനിക്ക് ഒത്തിരി സംഘർഷങ്ങൾ ആ യാത്രക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. പകുതിക്ക് വെച്ച് ഞാൻ ഈ പണി നിർത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് പോയി എന്ന് പറയുമ്പോഴും
അവിടേക്ക് എത്തിയതും അവിടെ പല സ്ഥലങ്ങളിലേക്ക് പോയതും ഒരു ടൂർ കമ്പനിയുടെ കൂടെയാണ്, ഒരു പാക്കേജ് ടൂറിൻ്റെ കൂടെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പാക്കേജ് ടൂർ അല്ലാതെ എനിക്ക് അഫോർഡബിൾ ആവുമായിരുന്നില്ല. അപ്പോൾ ഈ കോഴിക്കോടുള്ള ഒരു ടൂർ കമ്പനിയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്, വിവേകാനന്ദ ട്രാവൽസ് എന്ന്. ഇപ്പോൾ ആ പ്രസ്ഥാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അന്ന് അതിൻ്റെ സംഘാടകൻ. പക്ഷേ ഈ സംഘത്തിൻ്റെ ഒപ്പം നമ്മൾ പോകുമ്പോൾ നമ്മൾ ഓട്ട്മാന അല്ലേ, ബാക്കിയുള്ളവർ ആത്മീയതയുടെ ലോകത്ത് ഇങ്ങനെ അവർക്ക് ആ കാഴ്ച ഒന്ന് കണ്ടാൽ മതി. അവർക്ക് അമ്പലത്തിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. നമുക്കവിടെയല്ല, ഇവിടുത്തെ ദർബാർ സ്ക്വയറിലെ ജീവിതമാണ് നമുക്ക് എടുക്കേണ്ടത്. അത് അവർക്ക് ഒരു സെക്കൻഡ് കണ്ടാൽ മതി. അപ്പം ഞാൻ വിശദമായിട്ട് ഒരു 150 ഷോട്ട് എടുത്ത് വരുമ്പോഴത്തേക്കും ഇവർക്ക് അടുത്ത സ്ഥലത്ത് പോകേണ്ട സമയം കഴിയും. ഇവർ ബസ്സിൽ കയറി കാത്തിരിക്കുക തന്നെ. 3 സ്ഥലം കഴിയുമ്പോഴത്തേക്ക് ഇവർ ചീത്ത വിളിക്കാൻ തുടങ്ങുമല്ലോ. താൻ ഒരു കാര്യം താൻ ക്യാമറ ആയിട്ട് ഇവിടെ നിന്നോ എന്നുള്ള മട്ടില് ഒരു സീരിയൽ എടുക്കേണ്ടതിന് പകരം ഇത് ഇങ്ങനെ ഇതിന് വരുന്നു വഴിതെറ്റി വന്ന ഒരു പരിഹാസമാണ്. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ഒരു പണി കൊണ്ട് നടക്കില്ല. സഞ്ചാരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ട്രാവലോഗ് എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ ഒരു സംഘവുമായിട്ട് ഇതിനുള്ള ക്രൂ ആയിട്ട് വന്ന് മുൻകൂട്ടി അനുമതിയൊക്കെ മേടിച്ച്, പലയിടത്തും അനുവാദം കിട്ടില്ല. അമ്പലത്തിൻ്റെ ഒന്നും പരിസരത്തേക്ക് ഇത് ക്യാമറയായിട്ട് അടുപ്പിക്കാൻ പറ്റില്ല. അത് അനുവാദം മേടിക്കണമെങ്കിൽ ഇവരുടെ ബോർഡ് എവിടെയൊക്കെയോ ചെല്ലണം, എന്നിട്ട് 2-4 മാസം കാത്തു നിൽക്കണം. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ സംവിധാനം. അല്ലാതെ മൊബൈൽ കൊണ്ടങ്ങ് കയറുന്ന പോലെ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊന്നും നടക്കില്ല എന്ന് ആദ്യത്തെ യാത്രയുടെ ഒരു 3-ാം ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ വീണ്ടും നമ്മളെ പുനരുജ്ജീവിപ്പിച്ചത്, ഈ ആശയത്തിലേക്ക് കൊണ്ടുവന്നത് ഇതൊരു മഹത്തായ സങ്കല്പമാണെന്ന് ആ യാത്രക്കിടയിൽ ഒരു വിമാനയാത്രയിൽ ഞാൻ ഒരു പൈലറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു. ആ കഥ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ വിമാനയാത്രയിൽ വെച്ച് ഒരു നെക്കോൺ എയർ എന്ന് പറയുന്ന എയർലൈനിൽ ആയിരുന്നു ഞാൻ യാത്ര ചെയ്തത്, കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്രയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക്. അപ്പോൾ ഞാൻ ഈ വലിയ ക്യാമറയായിട്ട് കയറിയത് കണ്ട് ഒരു വിൻഡോ സീറ്റ് എനിക്ക് കിട്ടിയില്ല. അത് ചോദിച്ചപ്പോൾ എയർ ഹോസ്റ്റസ് ഇങ്ങനെ ഒരാളുണ്ട് ഇതിനകത്തെന്ന് പറഞ്ഞിട്ട് പൈലറ്റിൻ്റെ അടുത്ത് എങ്ങനെയോ ചെന്ന് വിവരം പറഞ്ഞു. ചെറിയ വിമാനം, 10-30 പേരെ യാത്ര ചെയ്യുന്നുള്ളതിനകത്ത്. ഈ പൈലറ്റ് എന്നെ വിളിപ്പിക്കുന്നു മുമ്പോട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഈ വന്നതിൻ്റെ ഉദ്ദേശം പറയുന്നു. അയാൾ എന്നെ പിടിച്ച് കോക്പിറ്റിൽ തന്നെ ഇരുത്തുന്നു. അവിടെ ഇരുത്തി ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമല്ല, പുള്ളി പ്രോത്സാഹിപ്പിക്കുന്നിട്ട് ഓരോ സ്ഥലവും കാണിച്ചു തരുന്നു. ഈ കാണുന്നതാണ് എന്താണ് ഗൂർഖാലാൻഡ്, മറ്റേ കാണുന്ന ആ ക്ഷേത്രം കണ്ടോ, അതാണ് മനക്കാമന ക്ഷേത്രം, എടുത്തോളൂ എന്നൊക്കെ പറയുന്നു. അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിമാനങ്ങ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അയാൾ എടുത്ത് തിരിഞ്ഞിട്ട് ചോദിക്കും, മുഴുവൻ കിട്ടിയോ? ഞാൻ പറയും മുഴുവൻ കിട്ടിയില്ല. ഉടനെ പുള്ളി പയ്യെ ഒന്ന് ചിരിക്കുന്നു. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു, ഈ കയ്യിലിരിക്കുന്ന ഉപകരണത്തിൻ്റെ വില ചെറുതല്ല. ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ കിട്ടി. എന്നിട്ട് ഒരാൾ വരികയാണ്, ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്നെ അവിടെ നിർത്തിയിട്ട് ഇയാൾ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, നിങ്ങളുടെ ഇത് ഗംഭീര പരിപാടി, ഇതൊരു ഹിറ്റാവും, അപ്പോൾ എനിക്ക് അഭിമാനത്തോടെ വെക്കാൻ ഈ ഫോട്ടോ എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് ഞാൻ മാറ്റുകയാണ് തീരുമാനം. യെസ്, ഇത് മനസ്സിലാകുന്ന ആളുകൾക്ക് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലായി. ഇതൊരു പൈലറ്റ് ലോകത്തെ മുകളിൽ നിന്ന് കാണുന്ന ഒരാളാണല്ലോ. അയാൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളത്തെ കാലഘട്ടത്തിൽ ഇത് മനുഷ്യൻ അംഗീകരിക്കുക തന്നെ ചെയ്യും. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം എന്ന് അവിടെ വെച്ചെടുത്ത് ഒരു തീരുമാനമോ ആത്മവിശ്വാസമാണ് പിന്നെ മുമ്പോട്ട് പോയത്. പിന്നെ ഞാൻ വന്ന് എഡിറ്റ് ചെയ്തു. ഈ എഡിറ്റ് ചെയ്യുമ്പോൾ എറണാകുളത്ത് ലെൻസ്മാൻ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ടെന്ന്. ഈ സ്റ്റുഡിയോയിൽ അന്ന് നടക്കുന്നത് സീരിയലുകളുടെ എഡിറ്റിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ ഇടവേളകളിലാണ് ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴൊക്കെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുക. കാരണം ഈ ട്രാവലോഗാണല്ലോ, ഡോക്യുമെൻ്ററി അല്ലേ, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഡോക്യുമെൻ്ററിയാണ്, ആളുകൾക്ക് വലിയ താല്പര്യമില്ലാത്ത. പക്ഷേ ഇവർ ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോഴും ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സീരിയൽ നടികൾ മുതലുള്ളവർ ഈ എഡിറ്റ് ഷൂട്ടി വന്ന് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി ഇത് കാണാൻ. ഈ കാഠ്മണ്ഡുവിൻ്റെ കാഴ്ച അന്ന് ആളുകൾ കണ്ടിട്ടില്ല ഇതൊന്നും. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നത് കാണാൻ ഈ ആർട്ടിസ്റ്റുകളെല്ലാം ഈ മുറിയുടെ പുറകിൽ, ഈ എഡിറ്റ് ഷൂട്ടിൻ്റെ പുറകിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ നിർത്താൻ തുടങ്ങുമ്പോഴത്തേക്കും വേണം ചെയ്തോളൂ, അത് ആ സീനോട് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ അവരുടെ പണി മാറ്റി വെച്ച് വന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് കാണാൻ ആളുണ്ടാവും, കാഴ്ചക്കാർ ഉണ്ടാവും. അത് വോയിസ് ഓവർ പോലും ഇല്ലാത്ത സാധനമാണ് ഈ കാണുന്നവർ. റഷസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്തു, അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അടുത്ത യാത്രയെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷെ അപ്പോഴൊക്കെ ഉള്ള പ്രശ്നം, ഇത് ചാനലിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. ഇവരിത് കണ്ടാലല്ലേ ഇത് കൊള്ളുമില്ലോ എന്ന് പറയുള്ളൂ. അന്നത്തെ തിരക്കുകൾ വെച്ചിട്ട് പല ചാനലുകളുടെയും ലൈബ്രറിയിൽ ഇത് മേടിച്ച് വെക്കും എന്നുള്ള ഒരു പ്രിവ്യൂ കാണില്ല. സീരിയലുകളും ടെലിഫിലിമുകളും ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. 2-3 തരം ചാനലില്ലല്ലോ, ഒറ്റ ചാനലാണ്. അന്നേരത്തേക്ക് ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടുണ്ട്, ഏഷ്യാനെറ്റ് ഉണ്ട്, കൈരളി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഇത് ഇങ്ങനൊരു കാര്യം ഏൽക്കുന്നില്ല, മനസ്സിലാവുന്നില്ല. 97 മുതൽ 2001 വരെ ഇത് ഏഷ്യാനെറ്റിൻ്റെ അലമാരയ്ക്കകത്ത് സ്വസ്ഥമായിട്ടിരുന്നു. ആദ്യ എപ്പിസോഡുകളുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു 6-7 മാസം കഴിഞ്ഞ് ഞാൻ മാൽദീവ്സിൽ പോയി. അതും ഈ പറഞ്ഞ പോലെ ചെറിയ പൈസയ്ക്ക് പോയിട്ട് വരാൻ സ്ഥലമാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ തായ്ലൻഡിൽ പോയി, പിന്നെ സിംഗപ്പൂർ പോയി. പക്ഷേ ഞാൻ പറയുന്നത് ഒന്നാമത്തെ എപ്പിസോഡ് നമ്മൾ എഡിറ്റ് ചെയ്ത് വെക്കും. ഒന്നാമത്തെ എപ്പിസോഡല്ല, നേപ്പാൾ തന്നെ 3-4 എപ്പിസോഡ്സ് ഉണ്ട്. അല്ല, ആ എപ്പിസോഡ് എഡിറ്റ് ചെയ്തു. പക്ഷെ അപ്പോൾ ഈ പറയുന്ന വോയിസ് ഓവറിലേക്കും അതിന്റെ സ്ട്രക്ചറൊക്കെ സെറ്റ് എല്ലാം ചെയ്തു.
അല്ല ആ ഫോർമാറ്റ് ഇപ്പം നമുക്കറിയാം അതിലൊരു ഡോക്യുമെന്ററിയുടെ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഒരു ബലം പിടിച്ച ഒരു documentary ഇല്ല അതിനകത്ത്. അല്ല, പക്ഷെ അതിനെ കുറച്ചുകൂടി ലൈറ്റർ വേർഷൻ ആയിട്ട് ഒരാൾ പോയ അനുഭവമായി മാറ്റുന്നതാണല്ലോ നമ്മൾ സഞ്ചാരം എന്നുള്ള ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം കണ്ടത്. ആ കൺസെപ്റ്റ് ഇതിനൊപ്പം തന്നെ ജനിച്ചു. അപ്പൊ തന്നെ വന്നു. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഈ എൻ്റെ മനസ്സിൽ ആദ്യം ഇരുന്ന് ഇതിനൊരു ഡോക്യുമെൻ്ററി ആക്കാൻ തന്നെയായിരുന്നു. പക്ഷേ ഈ ഡോക്യുമെൻ്ററി ആക്കണമെങ്കിൽ അതിന് തക്കതായ ഷോട്ടുകളുടെ നല്ല റിച്ച്നെസ് വേണം. ഈ പല കാര്യങ്ങളും അതിനൊപ്പം വരില്ല എന്നുള്ളത് കൊണ്ട് ഇതിനെ ഒരു കുറച്ചുകൂടെ നാച്ചുറൽ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വണ്ടിയിലിരിക്കുന്നത് കിട്ടിയ വിഷ്വലിനെ വെച്ച് പരമാവധി ഭംഗിയായിട്ട് ഒരു സ്വാഭാവിക യാത്രയുടെ അനുഭവങ്ങളും ആക്കുകയെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അതൊരു ട്രാവലോഗിന്റെ സ്വഭാവം കൈവരുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ എപ്പിസോഡ് ഒരു ചാനലും ടെലികാസ്റ്റ് ചെയ്യാൻ ഉറപ്പ് തരാതെ തന്നെ ഒരു 3 എണ്ണത്തിലേക്ക് പോകുമ്പോഴാണെങ്കിൽ ഞാൻ ഇതൊരു ഇരട്ടി ആത്മവിശ്വാസത്തിന്റെ സംഗതിയാണ്. ഇരട്ടി ആത്മവിശ്വാസവും നിവൃത്തികേടും ഒക്കെയാണ് ഇതിനകത്തൊരു പ്രശ്നം. ഞാൻ മരങ്ങാട്ടുള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്. എൻ്റെ ഈ യാത്രകളൊക്കെ നേപ്പാളിൽ പോകുന്ന ആരും അറിഞ്ഞില്ല. പക്ഷെ തിരിച്ചു വന്ന് ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം വന്നപ്പോൾ ഞാനിത് ആൾക്കാരോടൊക്കെ പറഞ്ഞു. തന്നെയുമല്ല, ഈ ടെലിവിഷൻ എന്ന് പറഞ്ഞ് ഞാൻ പ്രാന്ത് കയറി ഇറങ്ങി നടക്കുകയാണ്. ഇപ്പം നമ്മൾ കുറച്ചായിട്ടൊന്നും നടക്കുന്നില്ല, പുതിയ പ്രോഗ്രാം ഒന്നും വരുന്നില്ല. നമുക്ക് വീട്ടിൽ പറഞ്ഞു നിൽക്കണം, നാട്ടിൽ പറഞ്ഞു നിൽക്കണം, സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു നിൽക്കണം. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ടോ നമ്മൾ പറഞ്ഞു പോയി. അപ്പോൾ ഈ എറണാകുളത്താണെങ്കിൽ ആരും ഇത് ചോദിക്കില്ല നിങ്ങളോട്. ഈ ഗ്രാമീണരെല്ലാം നമ്മളെ അറിയും. പിന്നെ ഒരു പരിഹാസമാവും ഇത്തിരി കഴിയുമ്പോൾ. ഇവനെങ്ങനെ ലോകസഞ്ചാരമാണ്, അത് ഏറ്റെടുത്ത് നടത്തേണ്ട ആള്. അപ്പനിങ്ങനെ വേറെ പ്രസ്ഥാനം നടക്കുന്നു, മകൻ തെണ്ടി നടക്കുന്നു. ഇതാണല്ലോ അതിൻ്റെ ഒരു കമ്പാരിസൺ വരിക. അപ്പൊ ഇത് എന്തെങ്കിലും ഒരു സാധനം വന്നേ പറ്റൂ നമുക്ക്. ഇത് പൈസ കിട്ടിയാലും കിട്ടിയില്ലേലും നമുക്ക് ഇത് മനുഷ്യൻ കണ്ടു തുടങ്ങിയാൽ നമുക്ക് പിടിച്ചു നിൽക്കാം. നാട്ടുകാർക്ക് അറിയത്തില്ലോ കാശ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാം. അപ്പൊ ഇതിന് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇവർ പറയുന്നത്, താൻ എത്ര രാജ്യത്ത് പോയി ഇതിനോടകം? നേപ്പാൾ. താൻ ഇനി അടുത്ത രാജ്യത്ത് പോകുന്ന എന്താ ഉറപ്പ്? 5 രാജ്യമായിട്ട് എപ്പിസോഡ് ആവശ്യമാണല്ലോ. അപ്പൊ പിന്നെ ഇനിയും അതിനകത്തോട്ട് കാശിറക്കുകയും യാത്ര ചെയ്യാല്ലാതെ വേറൊരു വഴിയില്ല. ഈ നേപ്പാൾ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആരും എടുക്കില്ല. അപ്പോഴാണ് പിന്നെ തൊട്ടടുത്ത് ഏതുണ്ടോ നോക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത് മാൽദീവ്സ് കിടപ്പുണ്ട്. അപ്പോഴാണ് ഈ മറിയം റഷീദ ഇഷ്യൂ ഒക്കെ വന്നത്. ആ സമയത്ത് ശരി ബന്ധപ്പെട്ട് റെലവൻസ് മാത്രമല്ല, അപ്പോഴാണല്ലോ നമ്മുടെ ശ്രദ്ധയിൽ ഈ രാജ്യം കാര്യമായിട്ട് വരുന്നത്. അവിടെ ചെല്ലുന്നു. അപ്പൊ അതൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. കാരണം മാൽദീവ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഈ ഫൗസിയ ഹസനെയും മറിയം റഷീദയൊക്കെ വെച്ചിട്ടാണല്ലോ. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ടൂറിസവും ഇൻഫ്രാസ്ട്രക്ചറും ഇതൊന്നും അല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. സീ പ്ലെയിനൊക്കെ അന്ന് അവിടെയുണ്ട്. അവിടുത്തെ ബോട്ടുകളൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടും. യോട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ഗൾഫിലെ കോടീശ്വരന്മാർ വന്ന വെക്കേഷൻ ആസ്വദിക്കുന്ന സ്ഥലങ്ങളത്. അവിടുത്തെ റിസോർട്ടുകളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ അതുവരെ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ, ഗംഭീര വിഷ്വൽസാണ്. അതും 2-3 എപ്പിസോഡ് ചെയ്യുന്നു. അപ്പോൾ പിന്നെയും പോവുകയാണ് എല്ലാ ദിവസവും. ഈ നാട്ടിലുള്ളപ്പോൾ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങാട്ടുള്ളിൽ നിന്ന് രാവിലെ കോട്ടയത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് തിരുവനന്തപുരത്തിന് പോവുക. ഈ ചാനലുകളുടെ ഓഫീസുകൾ കയറുക, ഇറങ്ങുക, കാണുക. ചിലരെ കാണില്ല, ചിലർ കാണാതെ മാറിക്കളയും, ഈ ശല്യം സഹിക്കുക വയ്യാതെ. ഇങ്ങനെയൊക്കെ ഇതാണ്. അപ്പോൾ ചിലർ പറയും 2-3 എപ്പിസോഡുകൾ ഉണ്ടാകട്ടെ, കാണാം, നോക്കാം. ഇത് നടക്കും ആർക്കും പ്രതീക്ഷയില്ല. അതാണ് ഇല്ലാത്ത പ്രശ്നം. പിന്നെ തുടർച്ച അല്ലേ? ലോകരാജ്യങ്ങളുടെ ഒരുത്തൻ പോയി ഇത് ചിത്രീകരിക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? ഇത് 90s ആണ് കാലം. ഒന്ന് ആലോചിച്ച് നോക്കി. വിദേശയാത്ര എന്ന് പറയുന്ന ഏതോ കേന്ദ്രമന്ത്രിമാർക്കോ സംസ്ഥാന മന്ത്രിമാർക്കോ മാത്രം ഭാഗ്യം പോലെ കിട്ടുന്ന ഒരു സാധനം. സമ്പന്നരായ ബിസിനസ്, വലിയ സമ്പന്നം. അങ്ങനെ സമ്പന്നരും കേരളത്തിൽ അന്ന് അധികം ഇല്ല. ഈ പറഞ്ഞ ഒരു വിരലിലുണ്ടാവുന്ന ആളുകളെ വിദേശയാത്ര നടത്തുന്ന സമ്പന്നരുള്ളൂ കേരളത്തിൽ. അവിടെയാണ് ഒരു മനുഷ്യൻ റെഗുലറായിട്ട് ലോകയാത്ര നടത്തി കണ്ടന്റ് കൊണ്ടുവരാമെന്ന് പറയുന്നത്. ആരെ വിശ്വസിക്കുക? അപ്പൊ ഇത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നിവൃത്തികേട് കൊണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഫാദർ വളരെ പുരോഗമന ചിന്തയുള്ള ആളാണ്. പക്ഷെ പുള്ളിയുടെ ഏത് പിതാവിൻ്റെ എന്ന പോലെ അവരുടെ സ്വാഭാവിക ആഗ്രഹം മകൻ നമ്മളുടെ കൂടെ നിൽക്കും, നമ്മളുടെ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു നിലപാടെടുത്തു. നിന്റെ ഇഷ്ടത്തിന് സ്വപ്നത്തിനനുസരിച്ച് പോകണമെന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ അതിനുള്ള പൈസ നീ ഉണ്ടാക്കിക്കോണം, ഞാൻ പൈസ തരില്ല. അപ്പോൾ നമ്മൾ വേറെ വഴികളിൽ. അപ്പോൾ ആ കാലത്ത് എനിക്ക് ഈ കോളേജ് മാഗസിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്റ്റ് ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് കോളേജ് പഠനകാലത്ത് തന്നെ തുടങ്ങിയതാണ്. അതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ കളി നടക്കുന്നത്. പിന്നെ അമ്മ അധ്യാപികയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അമ്മയുടെ അടുത്തുനിന്ന് മറിവ് ഒക്കെ മേടിക്കും. അമ്മ മറ്റധ്യാപകരിൽ നിന്നൊക്കെ സംഘടിപ്പിക്കും. അപ്പോൾ ഇത് വേറെ ഒരു ബിസിനസ്സിൽ നിന്നല്ലാതെ ഉള്ള വരുമാനം വേണമല്ലോ. അപ്പോൾ ആ സമയപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു. അപ്പോൾ ഭാര്യയുടെ ആഭരണങ്ങൾ ഈ പറഞ്ഞ അടുത്ത തായ്ലൻഡ്, സിംഗപ്പൂരും ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയായി. അങ്ങനെ 4 കൊല്ലം 97 തുടങ്ങിയിട്ട് 2001 വരെ പോകേണ്ടി വന്നു. 4 എപ്പിസോഡായി അല്ലേ? 4 അല്ല, ഒരു 10-20 എപ്പിസോഡ് അപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി. 4 രാജ്യങ്ങൾ. മൾട്ടിപ്പിൾ എപ്പിസോഡാണല്ലോ.
20 എപ്പിസോഡ് ആയപ്പോൾ എനിക്കൊരു ധൈര്യമായി, ഇനിയെങ്കിലും ആരെങ്കിലും എടുക്കണ്ടേ. ആ, ഇനിയും നോ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല നമുക്ക്. പറ്റില്ല. അല്ല, ഇനിയും നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. ആ. അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഏഷ്യാനെറ്റിൽ നിന്ന് പുതിയൊരു ചാനലിലൂടെ ഉണ്ടാകുകയാണ്, ഉം. ഏഷ്യാനെറ്റ് ഗ്ലോബൽ. ഉം, ഉം. അപ്പോൾ അവിടെ ഈ പ്രോഗ്രാമിൻ്റെ ചുമതലയുള്ള ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു ഈ പ്രോഗ്രാംസിൻ്റെ ഒക്കെ തീരുമാനം എടുക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. ഉം. അദ്ദേഹത്തിൽ നിന്ന് ഈ പുതിയ ചാനലിൻ്റെ ചുമതല പുതിയ ഒരാളിലേക്ക് മാറി. ഉം. ആ ആളിപ്പോൾ അവിടുത്തെ ഒരു ഏഷ്യാനെറ്റിലെ GM ആണ്. ഉം. GM അതിൻ്റെ മുകളിലോ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവണം, ഏഷ്യാനെറ്റ് മെയിൻ മറ്റേ എൻ്റർടൈൻമെൻറ്റ് ചാനലിലെ. അദ്ദേഹമാണ് അന്ന് ഈ ഗ്ലോബലിൻ്റെ ചുമതലക്കാരൻ. ഉം. അദ്ദേഹം ഈ പെൻഡിങ് ഇരിക്കുന്ന എല്ലാം എടുത്ത് നോക്കി. അപ്പോൾ പുതിയ ചാനലിലാകുമ്പോൾ കുറേ കണ്ടന്റ് വേണമല്ലോ. ഉം. നോക്കുമ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു, നിങ്ങളൊരു പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ടോ, ഒരു ലോകയാത്ര, നേരാണോ അത്? ഞാൻ പറഞ്ഞു അത് ഒന്നിവിടം വരെ വരാമോ. ഉം. ഞാൻ ചെല്ലുന്നു, ഇദ്ദേഹത്തെ കാണുന്നു. ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ഒന്നിരിക്കുക, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ അന്ന് മാധവൻ ഒക്കെ മാധവൻ ചുമതല വന്ന ഒരു സമയമാണ്. ഉം. അതുപോലെ തന്നെ മോഹൻ നായരോ ആരൊക്കെയോ ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ഈ പ്രോഗ്രാം കണ്ട് ഒരു തീരുമാനം എടുക്കുന്നു, ഇത് നമുക്ക് തുടങ്ങാം. ഉം. അപ്പം ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിസന്ധികളെല്ലാം തീർന്നല്ലോ, ആ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അപ്പം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ഉടനെ ഇദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് തുടങ്ങാം, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അത് പുതിയൊരു ചാനൽ അറിയാമല്ലോ, പരസ്യമൊന്നും ആയിട്ടില്ല, പൈസക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും, പൈസ ഉടനെ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾ തന്നെ എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള വഴി നോക്കണം. ഉം. അപ്പോൾ നമ്മൾ ഷോക്കിംഗ് ആയിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 4-5 കൊല്ലത്തെ അധ്വാനമാണ് ഇരിക്കുന്നത്. ഉം. ഭാര്യയുടെ ആഭരണം പകുതി പണയത്തിലും ബാക്കി വിറ്റിട്ടുമാണ് നമ്മൾ ഈ നടക്കുന്നത്. ഉം. നമുക്ക് ഇനി നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉം. അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ റിസോഴ്സസ് എല്ലാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തീരുമാനം എടുക്കണം. ഉം. ഞാൻ പറഞ്ഞു, എനിക്കൊരു 10 മിനിറ്റ് തരാൻ പറഞ്ഞു. ഞാൻ മാറിയിരുന്ന് ചിന്തിച്ചത് ഇത് തന്നെയാണ്. ഞാൻ എനിക്ക് പൈസ കിട്ടിയാലേ തരൂ എന്ന് ഞാൻ പറഞ്ഞാൽ അനന്തമായിട്ട് ഇത് നീണ്ടുപോകാം. അവർക്ക് എന്നെ കൊണ്ട് ചിലപ്പോൾ ആവശ്യമൊന്നുമില്ല, നിന്നു പോവാം അവിടെ. നിന്നു പോകാം. ഇപ്പോൾ ശരി, നിങ്ങൾ പൈസ തരുന്നില്ലേലും വേണ്ട, ടെലികാസ്റ്റ് തുടങ്ങിക്കോളാൻ പറഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാം. ഉം. എനിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാം. എൻ്റെ പെട്ടി തുറന്നു നോക്കാത്ത, പേഴ്സ് തുറന്നു നോക്കാത്ത എല്ലാവർക്കും തോന്നുക എനിക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന് തന്നെയായിരിക്കും. ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങുമല്ലോ. പിന്നെ നാട്ടിലൂടെ എനിക്ക് കുറച്ച് തല ഉയർത്തി നിൽക്കാം. ആത്മവിശ്വാസത്തോടെ നടക്കാം. അതാണല്ലോ പ്രധാനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ തുടങ്ങിക്കോളൂ, പറ്റുമെങ്കിൽ പൈസ തരൂ, ഉം. എനിക്ക് വേറെ വഴിയില്ല, മുമ്പോട്ട് പോകണമെങ്കിൽ പൈസ വേണം. അങ്ങനെ ഇത് സംപ്രേഷണം ആരംഭിച്ചു. പയ്യെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് മാത്രമല്ല, ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചു. അവിടുത്തെ റിസപ്ഷനിസ്റ്റാണ് വിളിക്കുന്നത്. ഇവിടെ ധാരാളം കോൾ വരുന്നു, നിങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ CDയോ വീഡിയോ VCDയോ വല്ലതും കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉം. അതുണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ നമ്പർ നിങ്ങളെ കൊടുക്കട്ടെ, നിങ്ങൾ അവർക്ക് കൊടുക്കൂ, ഉം. അതുതന്നെ നിങ്ങൾക്ക് പൈസ മേടിക്കാമല്ലോ, അവർ പൈസ തരാൻ റെഡിയാണ്. ഉം. അങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ഒരെണ്ണമൊക്കെ പോകും, പോകുള്ളൂ. അല്ലെ 2 എണ്ണം പോകും. ഉം. ഞാനത് പറ്റില്ല, നമുക്ക് വേണ്ട, ഇനി അതിനൂടെ കളയാൻ കാശില്ല, അതാണ് കാര്യം. CD പക്ഷേ ഇത് ഒരു 2-3 മാസം തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയിലും 1-2 തവണ വീതം ഏഷ്യാനെറ്റിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇങ്ങനെ അവർ നമ്പർ കൊടുത്തിട്ട് പലരും വിളിക്കാൻ തുടങ്ങി. ഉം. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, എന്നാൽ പിന്നെ കുറച്ചെണ്ണം പ്രിന്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ സ്റ്റുഡിയോ അവിടെ ഉണ്ട്. ഉം. അന്നത്തേക്ക് ഈ പറഞ്ഞ നോൺ ലീൻ എഡിറ്റിംഗ് ഒക്കെ വന്നു. അത് അത്യാവശ്യം ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് മരങ്ങാട്ടുള്ളിൽ തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ അവിടെ എനിക്ക് സഹായിക്കാൻ ഒരാളുണ്ട്, ഉം. തോമസ് എന്ന് പറഞ്ഞൊരു എഡിറ്ററുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച വേറെ പണിയൊന്നുമില്ല. പണിയില്ല. അപ്പോൾ അവിടെ നമുക്ക് പ്രിൻ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പ്രിൻ്റ് എടുത്തു. അത് ഒരു വർഷം കൊണ്ട് 1000-കണക്കിന് ഈ CDകൾ വിൽക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഉം. അപ്പോൾ ഏഷ്യാനെറ്റ് പൈസ തരുമായിരുന്നെങ്കിൽ കിട്ടുന്നതിനേക്കാൾ കൂടിയ തുക എനിക്ക് ഈ CD വിറ്റ് വരാൻ കിട്ടാൻ തുടങ്ങി. തുടങ്ങി. ഒരു 6-7 വർഷം ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന 12 വർഷവും CD ആദ്യം തുടങ്ങി, പിന്നെ DVD ആയിട്ട്. അതൊരു നല്ല നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. അവസാനമായപ്പോഴത്തേക്കും ഏതാണ്ട് 13 പേരാണ് ഇതിൻ്റെ ടെലികോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, ഓർഡർ എടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നത്. അത്ര ആളുകൾ ഇരുന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ഈ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥിതിയിലേക്ക്. അതും ലോകത്തിന്റെ പല കോണൊന്നും എല്ലായിടത്തും. അത് കൂടുതൽ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെയാണ്, ഗൾഫിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, കേരളത്തിലെ തന്നെ. ഇത് വിളിക്കുന്നതെല്ലാം കേരളത്തിലെ ഒരു ക്രീമി ലെയർ ആളുകളാണ്. ഇപ്പം ഇത് കൃത്യസമയത്തിരുന്ന് കാണാൻ പറ്റാത്ത ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, ഈ ഡിപ്ലോമാറ്റുകൾ, IAS-കാർ, സിവിൽ സർവീസ് പഠിക്കുന്ന കുട്ടികൾ, ഇങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾ കാശ് കൊടുത്ത് ഇത് വാങ്ങാൻ തുടങ്ങി. പിന്നെ കോളേജുകൾ അവരുടെ ലൈബ്രറികളിലേക്ക്
പിന്നെ ചിലർ സ്പോൺസർ ചെയ്ത് സ്കൂളുകൾക്ക് സമ്മാനം കൊടുക്കുന്നത്, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ഇതൊരു 12 വർഷം ഞാൻ ഏഷ്യാനെറ്റിൽ ഈ പ്രോഗ്രാം കൊടുത്തു. ഈ സമയം മുഴുവൻ ഇതിൻ്റെ ഒരു ആഘോഷമായിരുന്നു. അങ്ങനെയാണ് പയ്യെ പയ്യെ നമ്മളുടെ ആത്മവിശ്വാസം കൂടുകയും ഇത് പിന്നെ ഒരു ബിസിനസ് ഫോർമാറ്റിലേക്ക് വന്നതല്ലേ. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പം അതായത് ലോകയാത്ര സഞ്ചാരമായിട്ടാണല്ലോ മാറുന്നത്. ആ വീഡിയോയ്ക്ക് അതിന്റെ സഞ്ചാരത്തിന്റെ സീഡുകൾ ലഭ്യമാണ്, ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ സഞ്ചാരം എന്നുള്ള സംഗതി ഉണ്ടായപ്പം അത് സ്വാഭാവികമായിട്ടൊരു ഫോർമാറ്റിലേക്ക് വന്നതാണല്ലോ. യാത്ര പിന്നീട് ആസ്വദിച്ചു തുടങ്ങുമല്ലോ. നമ്മുടെ ഈ പറഞ്ഞ മറ്റ് ബുദ്ധിമുട്ടുകൾ, ഈ പറയുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ ലഘൂകരിക്കപ്പെട്ട് വന്ന് പിന്നെ ചിലപ്പോൾ ആദ്യം പോയ സ്ഥലത്തേക്ക് തന്നെ, അങ്ങനെ ഇപ്പം നേപ്പാൾ പോലെ ആദ്യ എപ്പിസോഡുകളിൽ പോയ സ്ഥലത്തേക്ക് രണ്ടാമത് പോകുന്നൊക്കെ എത്രാം വർഷത്തിലാണ്? 12 വർഷം ഏഷ്യാനെറ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നേപ്പാളിലേക്കൊക്കെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി. ഈ 6 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഈ പൈലറ്റിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അന്നത്തെ. പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇയാൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഈ നെക്കോൺ എയർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആ എയർലൈൻ കമ്പനി തന്നെ പൂട്ടിപ്പോയി. ആ വിമാനമൊക്കെ തകർന്ന് വീഴും, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ കമ്പനി പോയി. അവിടെ അങ്ങനെ ചെറിയ ചെറിയ പഴയ വിമാനങ്ങൾ എടുത്ത് നടത്തിയിരുന്ന കുറേ എയർലൈനുകളുണ്ടായിരുന്നു, അതെല്ലാം പോയി. അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇത് വീണ്ടും പോകുമ്പോഴും ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണ തോതിൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് പോകുമ്പോഴും നമ്മുടെ മനസ്സിലെ ലക്ഷ്യം ആദ്യം മിസ് ചെയ്തതെല്ലാം എടുക്കണം, മെച്ചപ്പെടുത്തണം, വേറൊരു ഡയമെൻഷനിൽ ഇതിന് അതൊക്കെ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാന്നുള്ള മറ്റേതിനേക്കാൾ സംഘർഷമാണ് നമുക്ക്. നമ്മളിപ്പോൾ ഒരു ന്യൂസ് വായിക്കാൻ, ന്യൂസ് പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ അത് തീരുന്നിടം വരെ അനുഭവിക്കുന്ന ഒരു സംഘർഷമില്ലേ, അനിശ്ചിതത്വമാണല്ലോ. മറുവശത്തിരിക്കുന്ന ആൾ എന്താണ് നമ്മളോട് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ഒരു തർക്കുത്തരമാണോ, അല്ലെങ്കിൽ അതിന് പറ്റിയ ഫുട്ടേജ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ, ഇങ്ങനെ ആ ഷോ തീരുവോളം നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഘർഷം തന്നെ ഒരു യാത്ര അവസാനിക്കുമ്പോൾ. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് മുഴുവൻ കിട്ടിയില്ലെങ്കിൽ ഈ യാത്ര വ്യർത്ഥമാണ്, ഉപയോഗശൂന്യമാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു പെർഫെക്ഷനിസം, എൻ്റെ ആ ഒരു മനസ്സിന് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. നേരത്തെ ചെയ്തതിനേക്കാൾ മെച്ചപ്പെട്ട വിഷ്വൽസ്, മെച്ചപ്പെട്ട യാത്ര, മെച്ചപ്പെട്ട ഒരു ഡോക്യുമെന്റേഷൻ എന്നുള്ള ആഗ്രഹത്തിലേക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണല്ലോ ആലോചിക്കുന്നത് അല്ലേ? അത് ഞാൻ ഇപ്പോഴും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ, ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും ഞാൻ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം, ഇപ്പം എൻ്റെ സഞ്ചാരിയുടെ എയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഓർമ്മകളും മാത്രം വെച്ച് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതിപ്പോലും എനിക്ക് എപ്പോഴും ഇന്നലെ ഷൂട്ട് ചെയ്ത, ഇപ്പം ഇന്ന് രാത്രി പോകുന്ന പ്രോഗ്രാം എനിക്ക് ഉറപ്പാണ് അത് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ബെറ്റർ ആയിരിക്കും. കാരണം ഞാൻ അത് വന്നില്ലെങ്കിൽ എനിക്കൊരു ഉറക്കമില്ലായ്മയുണ്ട്. കുറച്ചുകൂടെ ബെറ്റർ ആക്കി എനിക്ക് തൃപ്തി, എൻ്റെ ഒരു ഈ മാനദണ്ഡങ്ങൾ മാറുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും മാനദണ്ഡങ്ങൾ മാറുന്നുണ്ടല്ലോ. കഴിഞ്ഞ വർഷം നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ഒരു ബെഞ്ച് മാർക്ക് അല്ല നമുക്ക് ഈ വർഷം. അത് തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ ഞാൻ അത്തരം ചില പരിപാടികൾ ഞാൻ നിർത്തിക്കളയുകയും ചെയ്യും, ആ വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ. അപ്പോൾ സഞ്ചാരത്തിൽ നിരന്തരം ചില പരിപാടികൾ നമ്മൾ ആവർത്തനം ചില സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഈ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ കൂടി അത് ആവർത്തിച്ച് ആ രാജ്യത്ത് പോകുമ്പോഴും നമ്മൾ അതിനു മുമ്പ് കാണിക്കാത്ത സ്ഥലങ്ങൾ അതിനകത്തുണ്ടെന്ന് ഉറപ്പുവരുത്തും. ഇപ്പോൾ ഇപ്പം യാത്രയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം നോക്കുവാണെങ്കിൽ എല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത പോലെയായി ഇവിടെ. പിന്നെ എല്ലാ വീട്ടിലും ഒരു യൂട്യൂബറോ ട്രാവലറോ ആൾക്കുണ്ട്. പിന്നെ ഈ പറയുന്ന കേരളത്തിനകത്ത് പുറത്ത് പിന്നെ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു വ്ളോഗ് സ്വഭാവത്തിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ തുടക്കത്തിലെ യാത്രകളുണ്ടല്ലോ, തുടക്കത്തിലെ യാത്രകളിൽ എപ്പോഴും പോകുന്ന സമയത്ത് നമ്മുടെ നാടും ഈ നാടുമായിട്ട് എന്ത് തരത്തിലാണ് വ്യത്യാസം ഉണ്ടാവുന്നത്, മനുഷ്യർ ഏത് രീതിയിലാണ് വ്യത്യാസം ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു രണ്ടാമത്തെ പോക്ക് ഒരു തവണ പോയി, ഇപ്പം ഇതൊരു 4 നൂറ്റാണ്ട് പിന്നിട്ട യാത്രയാണെങ്കിൽ 25 വർഷം മുമ്പ് പോയൊരു സ്ഥലത്ത് പിന്നീട് പോകുന്ന സമയത്ത് ഈ കാലയളവിൽ അവിടുത്തെ ഒരു അന്തരവും ആ ഒരു അന്തരം നമ്മുടെ അവിടെ ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ള ആശ്ചര്യവും, തിരിച്ച് നമ്മുടെ നാട് ഇത്രയൊക്കെ മാറിയല്ലോ എന്നിട്ട് അവിടെ മാറിയിട്ടില്ലല്ലോ എന്നുള്ള അങ്ങനെ ചിന്തിച്ച സാഹചര്യങ്ങൾ ഉണ്ട്, ധാരാളം ഉണ്ട്. ഇപ്പം നമുക്കതിനെ താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്കും അറിയാം. എങ്കിൽ പോലും ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ 25 കൊല്ലം മുമ്പത്തെ പോലെ തന്നെ നിൽക്കുക യൂറോപ്പ്. കാരണം അവരന്ന് തന്നെ ഏതാണ്ട് സാച്ചുറേഷനിൽ എത്തിയത് കൊണ്ടാണ്. അതെ, ഇപ്പം നമ്മൾ യൂറോപ്പിലെ പല ഗ്രാമങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളായിട്ട് തന്നെ അതേ രൂപത്തിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ടുണ്ടാകാം, ചിലപ്പം ഡിജിറ്റലി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവാം, എല്ലാ ഗ്രാമത്തിലും ബസ് സ്റ്റോപ്പുകളിലൊക്കെ വൈഫൈ വന്നിട്ടുണ്ടാവും. ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ഫെസിലിറ്റികൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പണ്ട് തണുത്ത വെള്ളം ഒഴുകിയിരുന്ന പൈപ്പിൽ കൂടെ ഇപ്പോൾ ചൂടുവെള്ളം ഒഴുകുന്നുണ്ടാവും. ഇതൊന്നും നമ്മൾ കാണുന്നില്ല പുറമെ. മനുഷ്യൻ്റെ പെൻഷൻ കൂടിയിട്ടുണ്ടാവാം,
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് പെർക്സിറ്റ്സ് കൂടിയിട്ടുണ്ടാവാം. ഇത് നമ്മൾ കാണുന്നില്ല. അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ വിഷ്വലി നോക്കുമ്പോൾ ഈ യൂറോപ്പ് ഒരു 25 കൊല്ലം മുമ്പത്തെ സ്ഥിതി തന്നെ ഇപ്പോഴും കാണുന്നത്. കാരണം അവർ ഹെറിറ്റേജിനെ സംരക്ഷിക്കുന്നതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കുക, ഫ്രീസ്ഡാണ്. സിറ്റികളിലും അങ്ങനെയാണ്, ഗ്രാമങ്ങളും അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾ ഗൾഫിലേക്ക് ചെന്നാൽ അതല്ല. ഞാൻ ആദ്യം കണ്ട ഖത്തർ ദോഹയല്ല ഇന്നത്തെ ദോഹ, ഞെട്ടിപ്പോവും. അന്ന് പല പ്രദേശങ്ങളും കണ്ടത് ഇന്ന് അവിടെ ഇല്ല. അവിടെ ആ പ്രദേശത്തേ ഇല്ല. ദുബായ് ഗൾഫ് രാജ്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ആഫ്രിക്കയിൽ ഞാൻ ആദ്യം പോകുന്ന എത്യോപ്യയിൽ ഇന്നത്തെ എത്യോപ്യ, അഡിസ് അബാബ ടോട്ടലി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അന്ന് വളരെ പിന്നിൽ നിന്നിരുന്ന അല്ലെങ്കിൽ ഒരു വളർച്ചയുടെ തുടക്കം ആയിരുന്ന നാടുകൾ പലതും വളരെ മുന്നോട്ട് പോയി. അത് വെച്ച് നോക്കുമ്പം ഈ അഡിസ് അബാബയോ അല്ലെങ്കിൽ നമ്മളുടെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും, ഇപ്പോൾ റുവാണ്ട പോലുള്ള രാജ്യങ്ങൾ, ഈ അടുത്ത കാലത്ത് ഞാൻ പോയതാണ്, ഇവരൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു മാറ്റമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ മാറ്റങ്ങളില്ലെന്നല്ല, പോസിറ്റീവായിട്ട് വളരെ വളർച്ച ഉണ്ടായിട്ടുണ്ട് പല രീതിയിലും. പക്ഷേ ഈ റുവാണ്ടയ്ക്കൊക്കെ ഉണ്ടായ തരത്തിലുള്ള ഒരു മാറ്റമോ വളർച്ചയോ 92, 93, 94 കാലത്തൊക്കെ വംശഹത്യ നടന്ന് മില്യൻസിനെ കൊന്നൊരു രാജ്യമാണ് നോക്കണം. അവർ യു-ടേൺ എടുത്ത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ രാജ്യങ്ങളിലൊന്നായി മാറി, ഏറ്റവും വളർച്ചാ നിരക്കുള്ള രാജ്യങ്ങളിലൊന്നായി മാറ്റി, ഏറ്റവും പ്രകൃതി സംരക്ഷണം നടത്തുന്ന രാജ്യങ്ങളിലൊന്നായി മാറി. അവിടെ ഒരു ഏകാധിപതിയാണ് ഭരിക്കുന്നതെന്ന് കൂടെ ഓർക്കണം. അവിടെ ഒറ്റ പാർട്ടി ഭരണമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രാജ്യങ്ങളുണ്ട്. എന്നാൽ നമ്മളെക്കാൾ പിന്നോട്ട് പോയ രാജ്യങ്ങളുമുണ്ട് വലിയ തോതിൽ. ഇപ്പം നേപ്പാളിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണ്ടത്ര മുമ്പോട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ അവർക്കൊരു ഗുണമുണ്ടായത്, അല്ലെങ്കിൽ അവരുടെ ചില സഹായങ്ങൾ അവർക്ക് കിട്ടുന്നത് നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ 2015 ഭൂകമ്പത്തിൽ ഈ കാഠ്മണ്ഡുവും അല്ലെങ്കിൽ സമീപത്തെ പ്രധാന ചരിത്ര സ്ഥലങ്ങളൊക്കെ തകർന്നു പോയിരുന്നു. ഈ തകർന്നു പോയ ചരിത്ര സ്ഥലങ്ങളൊക്കെ തകർന്നതാണെന്നേ അറിയാത്ത മട്ടിൽ അതേ രൂപത്തിൽ, അതായത് പുതിയ കാലത്തെ സിമെൻറ്റിൻ്റെ അംശം പോലും നമ്മൾ അതിനകത്ത് കാണില്ലാത്ത മട്ടിൽ അതിനെല്ലാം പുനഃസൃഷ്ടിച്ചോ പഴയ മട്ടിൽ. ഇതെല്ലാം തകർന്നു കിടക്കുന്നതിൻ്റെ ഫോട്ടോയും കൂടെ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാകുള്ളൂ ഇത് പുനഃസൃഷ്ടിച്ചതാണെന്ന്. അതിന് ചൈനയുടെ ഹെൽപ്പാണ് അവർക്ക് കിട്ടിയത്. ചൈന അതിനുവേണ്ടി വലിയ തോതിൽ ഫണ്ടും ആളെയും ടെക്നോളജിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രാജ്യങ്ങളും പല രീതിയിലാണ്. ലാറ്റിൻ അമേരിക്കയൊക്കെ അതിവേഗം വളരുന്നുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഏതെങ്കിലും വഴിയിലൂടെ. ഇപ്പോൾ ആഫ്രിക്ക വളരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ചൈനയാണ്. ചൈന ആഫ്രിക്കയെ കാണുന്നത് നമ്മൾ കാണുന്ന പോലെയല്ല. ചൈന ആഫ്രിക്കയെ അവരുടെ ഒരു പ്രദേശമായിട്ടാണ് തന്നെ കാണുന്നത്. അവരാണ് എല്ലാവരുടെയും ഫണ്ട് ചെയ്യുന്നത്. ഇത് ഫണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്നറിയോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അത് വളരെ തന്ത്രപരമാണ്. നമ്മൾ വേണ്ടത്ര അതിനെ പഠിച്ചിട്ടില്ല, നമ്മുടെ മാധ്യമങ്ങളും പഠിച്ചിട്ടില്ല, ഗവൺമെൻറ് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ പഠിച്ചിട്ടുണ്ടാവും. ചൈന ഈ രാജ്യങ്ങൾക്ക് പോർട്ടുകൾ പണിത് കൊടുക്കും. പോർട്ടുകളിൽ നിന്ന് ഉൾനാടുകളിലേക്ക് നല്ല ഹൈവേകൾ പണിത് കൊടുക്കും. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കും. ഇതിൻ്റെ വ്യവസ്ഥ എന്താണെന്നറിയോ? ആ പോർട്ട് വഴി കടന്നു പോകുന്ന മുഴുവൻ ചൈനീസ് ഉൽപ്പന്നങ്ങളായിരിക്കും. മനസ്സിലായില്ലേ? ഇത്ര വർഷത്തേക്ക് അവിടുത്തെ വിപണി മുഴുവൻ, കമ്പോളം മുഴുവൻ ഇവരുടേതായിരിക്കും. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ, അതായത് നിങ്ങൾ ഇപ്പം ഞാൻ ലേബറിൻ്റെ മാസിക അച്ചടിച്ചിറക്കുന്നുണ്ടെങ്കിൽ ഞാൻ കേരളത്തിലെ എല്ലാ ഗ്രാമത്തിലും ഓരോ ബുക്ക് സ്റ്റോൾ തുടങ്ങിയിട്ട് അവിടെ ലേബറിൻ്റെ മാത്രം വിൽക്കുന്നു എന്ന് പറയുന്ന പോലെ ആയിരിക്കും. ഞാൻ ആ പഞ്ചായത്തിൽ ഫ്രീ ആയിട്ട് പഞ്ചായത്തിൻ്റെ ഫ്രീ ബുക്ക് സ്റ്റോൾ പണിത് കൊടുക്കും. എന്നിട്ട് പഞ്ചായത്തുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കും, അവിടെ ലേബറിൻ്റെ മാത്രമേ വിൽക്കൂ എന്ന് പറയുന്ന പോലെയാണ്. മൊണോപ്പൊളി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാക്ട്ലി. അവിടെ വേറൊരുത്തം കയറി ഒരു പണിക്കും പോവില്ല. പലതരത്തിൽ ഈ ആഫ്രിക്കൻ യൂണിയൻ, ആഫ്രിക്കയിലെ ഈ രാജ്യങ്ങൾ, ചെറിയ ചെറിയ രാജ്യങ്ങൾ, ദരിദ്ര രാജ്യങ്ങളെല്ലാം ചൈന പറയുന്നിടത്ത് നിൽക്കുന്ന ഒരു കാലമെന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു കാര്യമുള്ളത്, ഇപ്പം ആദ്യത്തെ യാത്ര മുതൽ ആവർത്തിച്ച് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഒരു ഡോക്യുമെന്റേഷൻ നടത്തുമ്പോൾ ഒരു ഒബ്സർവേഷൻ ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ള ഒരാളുടെ ഒരു ദിവസം ചിട്ടപ്പെടുത്തുന്നത്? ഇപ്പം ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ഏത് സമയം വരെ ഷൂട്ട് ചെയ്യും? അത് ഒരേ ക്രമത്തിലാണ് പോകുന്നത്? അതിലോ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വന്നു, കുറേയേറെ സൗകര്യങ്ങളൊക്കെ വന്നു, അപ്പോൾ അത് മാറ്റം വരുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു ദിനചര്യ, ഒരു യാത്ര ചിത്രീകരിക്കുമ്പോഴുള്ള? യാത്ര ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ ദിനചര്യ കൂടുതലും അവിടുത്തെ ഗതാഗത സംവിധാനങ്ങൾ, അവിടെയുള്ള ഇവൻറ്റുകൾ, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മളൊരു ഓപ്പറ ഹൗസിൽ പോയി ഓപ്പറ ഷൂട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പരിസര പ്രദേശത്ത് നമ്മൾ മടങ്ങി എത്തത്തക്ക രീതിയിലായിരിക്കും നമ്മൾ യാത്രകൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ അവിടെ നിന്നുള്ള ട്രെയിന്, ഇപ്പോൾ ഒരു ബുള്ളറ്റ് ട്രെയിൻ ഇത്ര മണിക്ക് ഇന്നടത്ത് നിന്ന് ഇന്നടത്തേക്ക് പോകുന്നുണ്ട്, അത് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ബുള്ളറ്റ് ട്രെയിനിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. നന്നായിട്ട് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ, കാരണം ഇപ്പോൾ നമ്മൾ ജർമ്മനിയിൽ ചെന്നാൽ ബെർലിനിൽ 2 ദിവസമായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 2 ദിവസം കൊണ്ട് ബെർലിനിൽ ഒരു 20 സുപ്രധാനമായ കേന്ദ്രങ്ങളുണ്ടാവും, ഒരു 20 എണ്ണം ഉണ്ടാവും ചരിത്രം ഉള്ള. പ്രത്യേകിച്ച് വേൾഡ് വാർ 2-ൻ്റെയും വേൾഡ് വാർ 1-ൻ്റെയും ഒക്കെ
സ്മാരകങ്ങൾ, അവശിഷ്ടങ്ങൾ, ഹിറ്റ്ലറുടെ ബങ്കർ, ഹിറ്റ്ലറുടെ നിരവധിയായ ഓഫീസുകൾ, ഇന്നും അവശേഷിക്കുന്ന സ്മാരകങ്ങൾ, ഇതെല്ലാം ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ബെർലിൻ വാള്, അതിൻ്റെ ബാക്കി, ഇങ്ങനെ ഒത്തിരി കഥ പറയാനുണ്ട്. അപ്പം നമ്മൾ കൃത്യമായി ചാർട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങും എത്തില്ല. കാരണം നമ്മൾ അവിടം വരെ ചെന്നിട്ട് ചാർട്ടിങ് തെറ്റാണെങ്കിൽ തിരിച്ചിവിടെ വന്നിട്ട് അപ്പോഴായിരിക്കും അറിയാം അവിടെ ഒരെണ്ണം കൂടെ മിസ്സിംഗ് ഉണ്ടായിരുന്നത്, അതിൻ്റെ തൊട്ടപ്പുറം 100 മീറ്റർ അകലെയാണെന്ന് പറയുന്നത്. ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കും സമയങ്ങളെ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് റൂട്ട് ഡിസൈൻ ചെയ്യണം. ഇവിടെ ഈ ഭാഗത്ത് എന്തൊക്കെയുണ്ട് അതെല്ലാം തീർക്കുന്നു. അത് കഴിഞ്ഞ് എത്ര നമ്പർ ബസ്സിൽ കയറിയാൽ നമുക്ക് ഇന്ന സ്ഥലത്ത് എത്താൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നു. അത് എത്ര ഇൻ്റർവെല്ലിൽ ആ ബസ് ഉണ്ടെന്ന്, ഇതെല്ലാം ഇന്ന് കിട്ടും. അന്ന് അത് കിട്ടില്ലായിരുന്നു. അതെ, ഡാറ്റ ഇത്രയും കിട്ടണമല്ലോ. അന്നാണ് ഈ ടെൻഷൻ മുഴുവൻ. നമ്മൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ആരോടെങ്കിലുമൊക്കെ അറിയുന്ന ഭാഷയെ ചോദിച്ച് മനസ്സിലാക്കി കയറി. അപ്പോൾ അന്ന് ഇത്രയും പ്രൊഡക്ടിവിറ്റിയും ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു ദിവസം പരമാവധി 2 എപ്പിസോഡ്, ഒരു എപ്പിസോഡ് 2 എപ്പിസോഡ്, ഒരു എപ്പിസോഡൊക്കെയാണ് ആദ്യകാലത്തൊക്കെ കിട്ടിയിട്ടുള്ളത് ഒരു ദിവസം. ഇപ്പോൾ ഒരു 4 എപ്പിസോഡ് വരെ, അല്ലെങ്കിൽ ചിലപ്പോൾ 5 എപ്പിസോഡ് വരെ ഷൂട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന അത്രയും നമുക്ക് ഈ പറഞ്ഞ ടെക്നോളജി നമ്മളെ സഹായിക്കുന്നുണ്ട്. അന്നപ്പോൾ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതിയൊക്കെ ആദ്യം ഒരു ഹോംവർക്ക് സെറ്റ് ചെയ്ത് മാറ്റി വെക്കും. അല്ല, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഓരോ ദിവസം പ്ലാൻ ചെയ്യും. അതനുസരിച്ച് ടിക്കറ്റ് എടുക്കുക, അതനുസരിച്ച് ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യണമല്ലോ. അപ്പം നമ്മളിപ്പോൾ ജർമ്മനിയിലേക്കാണ് ഈ തവണത്തെ യാത്രയെങ്കിൽ ഞാൻ സാധാരണ ഒരാഴ്ച കൂടുതൽ ഒരു രാജ്യത്തും പോകാറില്ല. അത് പൈസയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഒരാഴ്ച കൂടുതൽ എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ മാറി നിൽക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരാഴ്ച നമ്മൾ പുറപ്പെടുന്ന അന്ന് എവിടെ നിന്ന് എങ്ങോട്ട് ചെല്ലുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മ്യൂണിക്ക് എന്ന് പറയുന്ന നഗരത്തിലേക്കായിരിക്കും ചെല്ലുന്നത്. മ്യൂണിക്കിൽ നമ്മൾ ഫ്ലൈറ്റ് ചെല്ലുന്ന ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും. അപ്പോൾ എമിഗ്രേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മ്യൂണിക്ക് സിറ്റിയിൽ എത്തുമ്പോഴത്തേക്ക് 3:30-4 മണിയാവുന്ന കണക്ക് കൂട്ടും. 4 മണിക്ക് ചെന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങിയാൽ 4:30 മുതൽ നമ്മൾ വർക്ക് തുടങ്ങുകയാണ്. ഇത് മുഴുവൻ വർക്കാണ്. ഈ ഫ്ലൈറ്റ് യാത്രയും ഷൂട്ട് ചെയ്യുന്നുണ്ട്, ട്രെയിൻ യാത്രയുണ്ട്, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കഥയുടെ ഭാഗമാണെങ്കിലും മ്യൂണിച്ചിലെ മരിയൻ പ്ലാറ്റ്സ് എന്ന് പറയുന്ന പ്രധാന സ്ക്വയറിലേക്ക് 4:30 ആകുമ്പോൾ നമ്മൾ എത്തുന്നു. അവിടെ സ്ക്വയറിന് ചുറ്റുമുള്ള പ്രധാന ചരിത്ര സ്ഥലങ്ങൾ, അതിൻ്റെ പ്രധാന സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്യുക, അങ്ങനെ ചാർട്ട് ചെയ്ത് ലിസ്റ്റ് വെക്കുക. അവിടെ ഓരോന്നും ലിസ്റ്റുണ്ട്. അത് ഓരോ നമ്മൾ ടിക്ക് ചെയ്താണ് പോകുന്നത്. മരിയൻ പ്ലാറ്റ്സിൽ നിന്ന് പിന്നെ നമുക്ക് പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് മെട്രോ ട്രെയിനാണുള്ളത്. അപ്പോൾ മരിയൻ പ്ലാറ്റ്സിൻ്റെ ഇന്ന ഭാഗത്ത് എന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും മെട്രോ ട്രെയിനുണ്ട്. അതെല്ലാം 1/2 മണിക്കൂർ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് ലിഷർലി നമുക്ക് പോകാം. സമ്മർ ആണെങ്കിൽ രാത്രി ഒരു 8 മണി വരെ നല്ല വെയിലുണ്ടാവും. അപ്പോൾ നമുക്ക് പേടിക്കണം. ഞാൻ കൂടുതലും യൂറോപ്പിലേക്കൊക്കെ പോകുന്ന സമ്മറിലാണ്. അപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് നേരം വെളുത്താൽ രാത്രി ഒരു 8:30 വരെ നല്ല വെയിലായിരിക്കും. അപ്പോൾ നമുക്ക് വർക്കിംഗ് അവേഴ്സ് ധാരാളം കിട്ടും. അപ്പം പാലസ് ചെല്ലുന്നു, അതിൻ്റെ ചരിത്രം എടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നു. 2ാം ദിവസം ദഹാവ് എന്ന് പറയുന്ന സിറ്റിക്ക് പുറത്തുള്ള സ്ഥലമുണ്ട് മ്യൂണിക്കിൻ്റെ. അത് ഹിറ്റ്ലറുടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു. അവിടെ 1/2 ദിവസമെങ്കിലും വേണം. അപ്പോൾ നമ്മൾ ഉച്ച വരെ അവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കും. അപ്പോൾ അത് രാവിലെ ഏറ്റു പോകും. ആദ്യത്തെ ആളായിട്ട് അകത്ത് കയറണം. അങ്ങോട്ട് ഇന്ന നമ്പർ സിറ്റി ബസ് ഉണ്ടെന്ന് പറയും. ഇനി ഇത് ചിലയിടത്ത് വേറെ ചില ഗുണം കിട്ടും. നമുക്ക് ചില പരിചയക്കാരെ കിട്ടും. ചില ബന്ധുക്കളോ സുഹൃത്തുക്കളൊക്കെ യൂറോപ്പിലും പല രാജ്യങ്ങളുണ്ട്. അതും ഞാൻ തപ്പിയെടുക്കും. ഇത്രയും കാലം കൊണ്ട് ധാരാളം ഇമെയിലുകളും കോളുകളും മെസ്സേജും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഡേറ്റാബേസ് ഞാൻ ഫോൾഡറിലാക്കി ഇടും. അപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കും, ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്, നിങ്ങൾ അവിടെ ഉണ്ടാവുമോ? അപ്പോൾ എല്ലാവർക്കും വലിയ എക്സൈറ്റ്മെൻറ്റാണ്. എന്തെങ്കിലും അസൗകര്യം ഇല്ലാത്തവരൊക്കെ അപ്പോൾ ചിലർ പറയും ഇന്ന ദിവസം ശരി ദഹാവ് പോകുന്നെന്ന് രാവിലെ ഞാൻ കാറുമായിട്ട് വന്നേക്കാം, നമുക്ക് ഒന്നിച്ച് പോകാം. അപ്പോൾ സൗകര്യമായി. ഇപ്പോൾ വണ്ടി നോക്കി നിൽക്കണ്ട. അപ്പോൾ ഇവരോട് കൂടെ അങ്ങ് പോവുകയാണ്. അപ്പോഴേ ഈ യാത്രയിലാണ് നമ്മൾ പുറത്തെ ഷോട്ടുകളൊക്കെ എടുക്കുകയും ചെയ്യും. ഈ ജർമ്മനിയുടെ ജീവിതം, ഇവരുടെ പ്രശ്നങ്ങൾ, ഇവർ കുറേ വിവരങ്ങൾ തരും. നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടാത്ത അവിടുത്തെ ജീവിക്കുന്നയാളുടെ അവിടുത്തെ രാഷ്ട്രീയം, അവിടെ വരുന്ന മാറ്റങ്ങൾ, അവിടുത്തെ ജീവിത നിലവാരം, അവിടെ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ ചേഞ്ചസ്, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവരിൽ നിന്ന് കിടക്കും. ഇവരുടെ പരിചയക്കാരായ ചിലപ്പോൾ ഇവരുടെ അന്ന് രാത്രി ചിലപ്പോൾ അത്താഴം കഴിക്കാൻ ഇവരുടെ വീട്ടിൽ ചിലപ്പോൾ പോയി നിൽക്കും. അപ്പോൾ ഇവരുടെ അയൽക്കാരെ, സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ വൈകുന്നേരത്തെ ഈ അത്താഴത്തിൽ നമുക്ക് കുറേ വിവരങ്ങൾ കിട്ടും. അപ്പോൾ പകൽ മുഴുവൻ നമുക്ക് ഇവരുടെ സഹായത്തോടെ യാത്രകൾ ചെയ്യാൻ പറ്റും. അടുത്ത ദിവസം ഇവർക്ക് വർക്കിംഗ് ഡേ ആയിരിക്കും, ഇവർക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ഓബർസാൽസ്ബർഗ് എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ സുഖവാസ കേന്ദ്രമുണ്ട്, ഈഗിൾസ് നെസ്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അന്ന് മ്യൂണിക്കിൽ നിന്ന് അങ്ങോട്ട് രാവിലെ 7 മണിക്ക് മ്യൂണിക്കിലെ ഇന്ന സ്ഥലത്ത് നിന്ന് 1 ഡേ ടൂർ നടത്തുന്ന ബസ് സർവീസ് ഉണ്ടാവും. അത് നമ്മൾ ഇവിടുന്ന് ഓൺലൈൻ ബുക്ക് ചെയ്യും. വയാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് വെബ്സൈറ്റുകളുണ്ട്. അതിനകത്ത് കയറി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഇത് പോകും. 5-6 സ്ഥലങ്ങളിൽ നമ്മളെ കാഴ്ച കാണിച്ച്, ഇപ്പോൾ രാവിലെ കൊച്ചിയിൽ നിന്ന് മൂന്നാർ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുന്ന പറഞ്ഞ ടൂറുകളാണ്. അതിൽ നമ്മളങ്ങ് കയറും. അപ്പോൾ അന്നത്തെ ദിവസത്തേക്ക് മുഴുവൻ എങ്ങനെയായി. അപ്പോൾ അത് മനോഹരമായ ചരിത്രമുള്ള ഗംഭീര സ്ഥലങ്ങളാണ്. അതെല്ലാം ആൽപ്സിലേക്കായി പോകുന്നത്. അത് പോയിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തും. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഞാൻ ഈ യാത്രയേക്കാൾ ആസ്വദിക്കുന്നത് ഈ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞ് ഈ പ്രോഗ്രാം എഡിറ്റ് ചെയ്ത് ഇതൊരു കണ്ടന്റായി, ഒരു പ്രോഡക്റ്റായി. ഇത് സത്യത്തിൽ ഒന്നുമില്ലല്ലോ, ഒരു സങ്കല്പമല്ലേ.
വിഷ്വൽസ് നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാതെ ഒരു സാധനം, ഒരു സുവനീർ പോലെ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരികയല്ല. അതിനെ വെച്ച് നമ്മളൊരു കഥയും ഉണ്ടാക്കി, നമ്മൾ ശബ്ദവും കൊടുത്ത് ദൃശ്യങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഒരു സാധനം അങ്ങ് ശൂന്യതയിൽ നിന്ന് ഉണ്ടാകുകയാണ്. നമ്മൾ പോയി വാരിക്കൊണ്ട് വരികയാണ്. അതല്ലാണ്ട് അത് ജനങ്ങൾ ഇഷ്ടപ്പെടുകയും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം കൂടെ ഉണ്ടാകുമ്പോൾ ഈ ഓരോ എപ്പിസോഡും പൂർത്തിയാവുകയും അത് എയർ ചെയ്യുകയും ചെയ്യുന്നത് പരം എക്സൈറ്റ്മെന്റ് നമുക്കുണ്ടാവില്ല.